മറ്റൊരു വാർത്ത, അനുമോദന ചടങ്ങിൽ കുട്ടികളെ അപമാനിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കെ.ടി. ജലീൽ. മോശം അനുഭവം ഉണ്ടായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. തനിക്ക് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന രീതിയുണ്ട്. കുട്ടികൾക്ക് പൊതുവായന കുറവാണ്. അധ്യാപകൻ എന്ന നിലയിലാണ് ചോദ്യം ചോദിച്ചത്. അതിൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പ്രശ്നം തോന്നിയില്ല എന്നും ജലീൽ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഒരു ചടങ്ങിലായിരുന്നു ഇങ്ങനെ വിദ്യാർത്ഥികളെ അപമാനിച്ചു എന്ന ആരോപണം ഉയരുന്ന ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല എടോ. അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത്. എന്താ ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. എവിടെ? എനിക്ക് കിട്ടിയിട്ടില്ലേ? ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല അല്ലേ? രക്ഷപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇരു ഭാഗങ്ങളുമുണ്ട്. കുട്ടികളെ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ അപമാനിച്ചു എന്ന് പറയുന്നവരുണ്ട്. മറുഭാഗത്താകട്ടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഹിന്ദിയിൽ A+ കിട്ടിയ കുട്ടികളോടാണ് ഹിന്ദിയിൽ അഡ്രസ്സ് എഴുതാൻ പറയുന്നത്. അത് തെറ്റിക്കുന്നു. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെയാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ രണ്ട് ഭാഗവും ഇപ്പോൾ ഉണ്ട് എന്നത് പറയാതെ വയ്യല്ലോ. അഭിലാഷ്, ഈ ഒരു വീഡിയോ പുറത്തു വന്നതിൻ്റെ പിന്നാലെ തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വലിയ വാദപ്രതിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. മന്ത്രി N. ഷംസുദ്ദീൻ വരെ ജലീലിൻ്റെ നടപടി അനുചിതമായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ആ കുട്ടിയെ പരസ്യമായിട്ടൊരു വേദിയിൽ വെച്ച് അത് ചെവിയിൽ പിടിച്ച് അപമാനിക്കുന്നതിൻ്റെ തുല്യമാണ്. പക്ഷെ ആ കുട്ടിയെ തന്നെ വൈകുന്നേരം പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അദ്ദേഹം എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് ആ കുട്ടികൾ തന്നെ അവരുടെ അഭിപ്രായമായിട്ട് പറഞ്ഞതോടെ ഒരു തരത്തിൽ അതിൽ വിവാദം അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ MSF അടക്കമുള്ളവർ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജലീലിൻ്റെ നടപടി കുട്ടിയെ മോശമാക്കുന്നതാണ്. മാത്രമല്ല അതിന് എതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ വിശദീകരിച്ചപ്പോൾ MSFൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അദ്ദേഹത്തിനെതിരെ ആദ്യ രംഗത്ത് വന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കെതിരെ ജലീൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ശരിയായ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽ മയ കുയി പുയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതൊരു പ്രാദേശിക ഭാഷാഭേദമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് മലപ്പുറത്തെ പല മേഖലകളിലും. അപ്പോൾ അങ്ങനെ ആ വിവാദം അവിടെ നിന്ന് മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജലീലിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, തൻ്റെ നടപടി ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി തോന്നി പരസ്യമായി ക്ഷമ ചോദിക്കാം എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾക്ക് അതിൽ പ്രശ്നമില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമായതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ പറഞ്ഞ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിൽ റിപ്പോർട്ട് സമർപ്പിക്കും, അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷേ കുട്ടികളുടെ അഭിപ്രായമാണ് ഇതിൽ പ്രധാനം. കുട്ടികൾക്ക് പരാതി. അതായത് മണ്ണാർക്കാട് അനുമോദന ചടങ്ങിനിടെ വിദ്യാർത്ഥിയെ അപമാനിച്ച കെ.ടി. ജലീലിനെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്നാണ് അനുമോദ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ പറഞ്ഞത്. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുട്ടികൾ പരാതിപ്പെട്ടാൽ തുടർ നടപടിയെടുക്കുമെന്നും മനോജ് കുമാർ പറയുകയാണ്. സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്താണ് വിശദീകരണമെന്നും അതിന്റെ കൺസേൺഡ് ഓഫീസർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അത് കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമോ വേണ്ടിയോ എന്ന് പിന്നീട് തീരുമാനിക്കുമല്ലോ. അത് ഈ മാധ്യമ വാർത്തകൾ വിവാദമായ തുടർന്നുള്ള സ്വാഭാവിക നടപടി അല്ല, വിവാദം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കമ്മീഷന്റെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഏത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടാലും ഞങ്ങൾ അപ്പം തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടൊരു വിശദീകരണം ചോദിക്കുന്നുണ്ട്. ആ വിശദീകരണം റിപ്പോർട്ടായിട്ട് കമ്മീഷൻ സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ
അതിൽ നമുക്ക് തുടർ നടപടികൾ എടുക്കാം. ഒപ്പം കെ ടി ജലീൽ വിദ്യാർത്ഥിയെ ശാസിച്ചത് സതുദ്ദേശത്തോടെയാണ് എങ്കിലും ഇന്നത്തെ കാലത്ത് തെറ്റാണ് എന്നതായിരുന്നു മന്ത്രി എ പി അനിൽകുമാറിന്റെ പ്രതികരണം. കുട്ടികളെ അടിച്ചു വളർത്തണം എന്ന് പറഞ്ഞ കാലം കഴിഞ്ഞു. ഇന്ന് രക്ഷിതാക്കൾ പോലും കുട്ടികളെ അടിക്കാൻ പാടില്ല. ഒരു രീതിയിലും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒന്നും ചെയ്യരുത് എന്ന് കൂടിയായിരുന്നു അനിൽകുമാറിന്റെ പ്രതികരണം. കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ആ രീതിയിലാണ് ഇന്ന് കാലത്തിൻ്റെ ഒരു മാറ്റം. കാലത്തിൻ്റെ മാറ്റമല്ല, അതാണ് ശരി എന്നാണ് പറയുന്നത്. ഒരു രീതിയിലും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒന്നും ഉണ്ടാവരുത്, രക്ഷിതാക്കളുടെ ഭാഗത്ത് പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ചെയ്താൽ പോലും രക്ഷിതാക്കളെ കൗൺസിലിംഗ് നടത്തണം എന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ച്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു പൊതുവേദിയിൽ വെച്ച് മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തി, നമ്മൾ കുട്ടികളാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകളുണ്ടാവും. അപ്പം അവിടെ വെച്ച് തന്നെ അതിനകത്ത് ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കുട്ടികളെ മറ്റുള്ളവരുടെ ഇടയിൽ വല്ല മോശക്കാരായി കാണിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസം വളരെ വലുതായിരിക്കും. അത് പഴയ കാലത്ത് നിന്നുകൊണ്ടല്ല, പുതിയ കാലത്ത് നിന്നുകൊണ്ട് ജലീൽ ചിന്തിച്ചാൽ ജലീലിന് അത് തെറ്റ് പറയേണ്ടി വരും. ജലീൽ ഇപ്പോഴും നിൽക്കുന്ന പഴയ കാലത്ത് നിന്നുകൊണ്ടാണ് അത് മറുപടി പറയുന്നത്. അതിനെ ന്യായീകരിക്കലല്ല, അതൊരു നല്ല സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹം ഒരു സതുദ്ദേശത്തോട് ചെയ്താണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകേണ്ടത്, നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായി എഴുത്തും വായനയും അറിയില്ല എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ PSCയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നിലനിൽക്കുകയാണല്ലോ. അക്ഷരം കൂട്ടി എഴുതാൻ അറിയാത്തവർ PSC പട്ടികയിലൊക്കെ ഇടം നേടിയതും വലിയ വാർത്തകളിലൊക്കെ നിറയുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെയൊരു വേദിയിലെങ്കിലും ഈ സംഭവം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു തിരുത്തിനോ കൂടിയുള്ള വേദിയായി ഇത് മാറുമോ അനുമോദ്? അഭിലാഷ്, മാറിയ കാലത്ത് കുട്ടികൾക്ക് വായനാശീലം വളരെ കുറവാണെന്നുള്ളൊരു വസ്തുതയാണ്. ക്ലാസ് ടെസ്റ്റിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങി 5 സ്റ്റാർ വാങ്ങുന്ന കുട്ടികൾക്ക് പോലും ആ പഠിപ്പിച്ചതിനപ്പുറത്തൊരു കാര്യം എഴുതാനോ വായിക്കാനോ പറഞ്ഞാൽ കഴിയുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലെ അച്ചടിച്ച അക്ഷരങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയുന്നുള്ളൂ. അതിനപ്പുറം ഒരു പത്രത്തിലെ ഒരു പാരഗ്രാഫ് വാർത്ത പോലും അവർക്ക് കൃത്യമായി വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരാണ്, വിചക്ഷണരാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ എഴുത്തും വായനയും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് മാറിയ കാലത്ത് ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ മൊബൈൽ ഫോണും ടാബ്ലറ്റും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ കുട്ടികൾ ഉപയോഗിക്കുന്ന ചാലകങ്ങളെങ്കിൽ അതിൽ നിന്നും ഈ പറയുന്ന അക്ഷരങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഴുത്തും വായനയും അറിയാതിരിക്കുന്നത് അതും തിരുത്തേണ്ട ഒന്നായിട്ട് തന്നെ വേണം കാണുവാൻ. മുൻ മന്ത്രി കെ ടി ജലീൽ ആ കുട്ടിയോട് പെരുമാറിയത് ഒരുപക്ഷെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെങ്കിലും ഇത്രയും A+ കിട്ടിയ കുട്ടികൾക്ക് പോലും ഇങ്ങനെ തെറ്റ് സംഭവിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം എവിടെയൊക്കെയോ തിരുത്തപ്പെടേണ്ടതായിട്ട് പലതും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ആ ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്തുന്നത് കൂടിയാണ് കെ ടി ജലീലിൻ്റെ ഇപ്പോഴത്തെ ഈ വിവാദവും വാക്കുകളും ഒക്കെ. അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ എന്തോ ആവട്ടെ, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വഴിക്ക് നടക്കുമെങ്കിലും ഒരു തിരുത്തൽ ഈ ഒരു മേഖലയിൽ വേണ്ടേ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഈ സംഭവവികാസങ്ങളൊക്കെ. യെസ്, അതാണ്. അതായത് സോഷ്യൽ മീഡിയയിലും ഈ 2 തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഒന്ന്, ഇത്തരം വേദികളിലാണോ കുട്ടികളെ ഇങ്ങനെ ശാസിക്കേണ്ടത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം ഹിന്ദിയിൽ A+ കിട്ടിയ കുട്ടികൾക്ക് അവരുടെ പേര് കൃത്യമായി എഴുതാൻ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.